അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസീനയുടെ മരണം ജീവനൊടുക്കിയപ്പോൾ വാർത്തയിൽ വന്നതുപോലെ ആയിരുന്നില്ല. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ 3 പേരുമല്ല ഇവളുടെ മരണകാരണമെന്നാണ് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഉമ്മ പറയുന്നത്, എൻ്റെ മകൾ നല്ലൊരു മകളാണ്, ആരോടും സംസാരിക്കാത്ത നല്ലൊരു സൽസ്വഭാവിയാണ് എൻ്റെ മകൾ. എൻ്റെ മകളുടെ ഭർത്താവായ എൻ്റെ മരുമകനും നല്ലൊരു മനുഷ്യനാണ്. മകനെക്കുറിച്ചും മരുമകനെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് ഉമ്മ കരഞ്ഞുകൊണ്ട് മാധ്യമങ്ങളോട് പറയുന്നത്. ഇവൾ പിന്നെന്തിൻ ജീവനൊടുക്കിയെന്ന് പറയുമ്പോൾ ഇവൾ ജീവനൊടുക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് കുറിപ്പിൽ എഴുതിയിരുന്നു. ഞാൻ ഇന്ന കാരണം കൊണ്ടാണ് ജീവനൊടുക്കുന്നത് എന്ന്. ആ കാരണം അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ പ്രതികൾ ഈ 3 ഇപ്പോൾ അറസ്റ്റ് ചെയ്തവരാണ്. അതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യാൻ കാരണം. ഉമ്മ പറയുന്ന കാരണങ്ങൾ തീർച്ചയായും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് കാര്യമായൊരു കാരണം തന്നെയാണ്. കാരണം 40 പവനും സ്വർണം നൽകിക്കൊണ്ടാണ് പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. വലിയ സ്നേഹത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു അവരുടെ കുടുംബജീവിതം. മരുമകനാണെങ്കിലും നല്ല ബന്ധത്തിലായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ റസീന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് 21 വർഷം പ്രായമുള്ള റയീസ് എന്ന ചെറുപ്പക്കാരനുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം, സുഹൃത്ത് ബന്ധം ഉണ്ടാകുന്നത്. ഈ സുഹൃത്ത് ബന്ധം അവർ വല്ലാണ്ടങ്ങ് അത് പല വിധത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് അത് പോയി. അവസാനം ഇവർ 2 പേരും ഒരു ദിവസം ഒരു കാറിൽ കുടുങ്ങിയപ്പോഴാണ് സ്വന്തം പെങ്ങളെപ്പോലെ ചില ചോദ്യങ്ങൾ അവളോട് ചോദിക്കേണ്ടി വന്നു. എന്താണിത് സംഭവം? ആ ചോദ്യം ചോദിച്ചത് ഈ ഉമ്മയുടെ സഹോദരൻ്റെ മക്കൾ തന്നെയാണ്. ഇവർ ചോദിക്കാൻ കാരണം കുടുംബത്തിൽ, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായാൽ നാം ആങ്ങളെന്ന നിലക്ക്, സഹോദരൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ കുടുംബത്തിൽ അംഗമെന്ന നിലക്ക് തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടും. കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ ഇസ്സത്താണ്. അതൊരു സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരിക്കലും അപമാനിക്കാനോ ഒന്നുമല്ല. ആ ഒരു രീതിയിലുള്ള ചോദ്യമാണ് റസീനയോടുണ്ടാകുന്നത്. ഈ ചോദ്യം മണിക്കൂറുകളോളം നീണ്ടു നിന്ന് അവസാനം റസീന വീട്ടിൽ വരുന്നു. അപമാനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണെങ്കിലോ STPയുടെ ചില ആളുകളാണ്. ഇവരെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് അവർ താലിബാനിസം, അത് ഭീകരവാദികൾ, തീവ്രവാദികൾ എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഒരു കുടുംബത്തിലൊരു പ്രശ്നം വരുമ്പോൾ അത് ചോദ്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഭീകരവാദികളും തീവ്രവാദികളുമാവുക? നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും നമ്മുടെ മക്കൾക്കോ ഈ പറയുന്നവരുടെ ഇപ്പോൾ തീവ്രവാദികൾ, ഭീകരവാദികൾ എന്ന് പറയുന്നവർ അവരുടെ സ്വന്തം മക്കൾക്കാണ് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാകുന്നത്. അവർ വിവാഹം കഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം അവരുടെ മക്കൾ ആരെങ്കിലും അന്യ പുരുഷനുമായിട്ട് കാറിലോ മറ്റെവിടെയെങ്കിലോ കിട്ടിയാൽ തീർച്ചയായും ചോദ്യം ചെയ്യപ്പെടലുണ്ടാവും. എന്തിനാണ് ഇവിടെ വന്നത്? കാരണം അത്തരം സ്നേഹത്തിലുള്ള കുടുംബമാണ്. അപ്പോൾ ഒരു അവിഹിത ബന്ധം കണ്ടാൽ പെട്ടെന്ന് ചോദ്യം ഉണ്ടാകും. ഒരു സുഹൃത്തിനോട് സുഹൃത്തിനോട് സംസാരിക്കുന്നതിൽ എന്ത് വിഷയമാണ്, അതെന്തിനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, അതിലെന്ത് തെറ്റാണ് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അത് മറ്റുള്ളവരുടെ കുടുംബമാകുമ്പോൾ നമുക്ക് പറയാൻ നിസ്സാരമാണ്. സ്വന്തം കുടുംബത്തിൽ എങ്ങനെ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ആഘാതം മനസ്സിലാകുന്നത്. ഉമ്മ പറയുന്നത് അങ്ങനെ തന്നെയാണ്. എൻ്റെ മകൾ നല്ലൊരു മോളാണ്. എൻ്റെ മകളുടെ ഈ ഒരു ആത്മഹത്യയിൽ ജീവനൊടുക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് അവളുടെ സുഹൃത്തായ ആ 21 വർഷം പ്രായമുള്ള ആ റയീസിനെ ചോദ്യം ചെയ്യണമെന്നാണ്. കാരണം 40 പവൻ സ്വർണം ഇവൻ കയ്യിലാക്കി. മാത്രമല്ല ഒരുപാട് പണം കടം മേടിച്ച് ഇവന് കൊടുത്ത്. അങ്ങനെ ഇവിടെ ബന്ധം കൂടുതൽ അങ്ങോട്ട് നീങ്ങി. അങ്ങനെ അവസാനം ഇവർ 2 പേരും ഒരു കാറിൽ കുടുങ്ങിയ സന്ദർഭത്തിലാണ് കുടുംബക്കാർ ചോദ്യം ചെയ്യുന്നത്. ഈ ചെയ്യുന്നത് ശരിയാണോ എന്ന രീതിയിൽ ചോദ്യം ചെയ്യുന്നത്. അത് സ്വാഭാവികമായി എല്ലാ ചോദ്യം ചെയ്യാതിരിക്കില്ല. ഈ ഒരു കാരണം വെച്ചിട്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത് എന്ന് കുറിപ്പിൽ എഴുതിയിരുന്നു. അതുകൊണ്ടാണ്, കാരണം സദാചാര പോലീസ് ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനമായതുകൊണ്ട് ആ 3 പേരുകളെ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറയുന്നത് അവർ നിരപരാധികളാണ്, അവരൊരിക്കലും ചോദ്യം ചെയ്യരുത്. കാരണം ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സുഹൃത്താണ്. ഒരാളുടെ ഭാര്യ ഇത്തരത്തിലുള്ള പ്രവൃത്തിയുമായി വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ബന്ധത്തിലേർപ്പെട്ടാണ്. നമുക്ക് ഇതൊക്കെ നാം 1-2 പ്രാവശ്യം ചെയ്യുന്ന ചില തെറ്റുകൾ ചിലപ്പോൾ അള്ളാഹു അത് മറച്ചു വെക്കും. നിരന്തരമായി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ ഒരു പിടി
ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഈ തെറ്റുകളെന്ന് പറയുന്നത് ഒരു മലമുകളിൽ നടക്കുന്നത് പോലെയാണ്. എപ്പോഴാണ് വീണ് അപകടം സംഭവിക്കുകയെന്നറിയില്ല. അപ്പോൾ നാം ഇത്തരത്തിലുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അത് നമ്മൾ വലിയ അപകടത്തിലേക്ക് ചെന്നെത്തിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണയാണ് ഈ റസീന. ഈ റസീന അവരുടെ കുടുംബം, ഉമ്മ വലിയ ദുഃഖത്തിലാണ് തൻ്റെ മോൾ നഷ്ടപ്പെട്ടതിൽ. കാരണം ഏറ്റവും സ്നേഹിക്കുന്ന 40 പവണം പൊന്നും സ്വർണവും നൽകി മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്ത് ഇപ്പം മകനില്ല. അതല്ലാതെ ഇവൾക്ക് ചെറിയ മക്കളുണ്ട്. ഈ മക്കളുടെ അവസ്ഥ ഇതൊക്കെ ഓർത്ത് വലിയ സങ്കടപ്പെടുകയാണ് ആ ഉമ്മ. അപ്പോൾ ഈ റയീസിനെ കൃത്യമായി ചോദ്യം ചെയ്യണം. കാരണം ഒരുപാട് പണം, സ്വർണം, കടമെല്ലാം അടിച്ചു എല്ലാം കൊടുത്ത് അവസാനം ഇതെല്ലാം ചോദ്യം ചെയ്യൽപ്പെടുണ്ടാകുമെന്ന് ചിന്തിച്ച് ജീവനൊടുക്കിയതായിരിക്കും. അപ്പോൾ അവൾ പറയുന്നത് ജീവനൊടുക്കാൻ എന്നെ അപമാനിച്ചു എന്ന രീതിയിലാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് നാം തിന്മയുടെ ആ വാതിലിലൂടെ കയറുമ്പോൾ അത് നമ്മെ ഏത് അപകടത്തിലേക്ക് ചെന്നെത്തിപ്പിക്കും എന്നതിന് വലിയ ഒരു ഉദാഹരണമാണ്. നമുക്ക് മനസ്സിലാക്കുന്നത് ആരും അറിയില്ല, ആരും മനസ്സിലാക്കില്ല എന്നാണ്. പിന്നെ അവസാനം ജീവനും നഷ്ടപ്പെടും, മക്കൾ അനാഥയാകും. അല്ലേ? ഉപ്പ നഷ്ടപ്പെട്ടാൽ ഉമ്മ എങ്ങനെയെങ്കിലും മക്കളെ കൊണ്ടുപോകും. ഉമ്മ നഷ്ടപ്പെട്ടാൽ ആ മക്കൾക്ക് ജീവിക്കാൻ അത്ര പ്രയാസമുണ്ടാവും. ഉമ്മയില്ലാത്ത ജീവിതം, മക്കളുടെ ജീവിതം, അത് വലിയ സങ്കടമുള്ള ജീവിതമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.